ഇതിലെന്തൊക്കെ ഉണ്ടമ്മ? ഇതില് പച്ചരിയുണ്ട്, ഉഴുന്നുണ്ട്, കടലയുണ്ട്, പയറുണ്ട്, പൂരമുണ്ട്. ഒരു പിടി ചോറും കൂടെ ഇട്ട് നല്ല വൃത്തിയാണ് അരച്ച് വെക്കുക. അപ്പം അതേ അമ്മ എനിക്കൊരു ഹെൽത്തി ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി പറഞ്ഞു തരികയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് സാധനങ്ങൾ ചേരുന്നുണ്ട്. ഇതെല്ലാം ഡയറക്റ്റായിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർ ഇത് കഴിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ദോശയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സുഖമായിട്ട് കഴിച്ചോളൂ. അതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും മാറില്ല. അതുപോലെ ചെറിയൊരു കളർ വ്യത്യാസം മാത്രം വരുള്ളൂ. കറക്റ്റ് വെള്ള ദോശ കിട്ടത്തില്ല. ഇതുപോലെ ഒരു കളർ വ്യത്യാസമുള്ളൊരു ദോശ കിട്ടും. പക്ഷേ നല്ല ഹെൽത്തി ദോശയാണ് കേട്ടോ. ഇതുപോലെ അരച്ചെടുത്ത മാവിൽ നെയ്യൊക്കെ ആക്കി ഇതുപോലെ പരത്തി ചുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതറിയാതിരുന്ന് കഴിച്ചോളും. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പാടുള്ള ഡയറക്റ്റായിട്ട് ഇത് സംഭവങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. നല്ല ഹെൽത്തി ദോശയാണ്. ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനും കഴിപ്പിക്കാനും ഒക്കെ അമ്മ മിടിക്കുകയാണ് കേട്ടോ. മോൻ കണ്ട ഒന്നും അറിയാതെ ഇരുന്ന് കഴിക്കുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്യൊക്കെ ചേർന്ന ദോശ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോനെ പ്രാവശ്യം സ്കൂളിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അമ്മ പറയുകയാണ് കൊച്ചു സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതേപോലുള്ള ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഈ ഒരു ദോശ ചെന്നാൽ മതി, അവന് വേണ്ടുന്ന എല്ലാം കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര ഉപദേശമാണ് ഗൈസ്. അങ്ങനെ 3 പേരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. ഉപദേശം സഹിക്കാൻ വയ്യാതെ ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഉപദേശം സഹിക്കാൻ വയ്യാതെ ഞാൻ ഇരുന്ന് കഴിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.